ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കഥാപ്രസംഗമാണ് പാടിയിടാൻ പോകുന്നത്. ഞാൻ സ്വന്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന കഥാപ്രസംഗമാണ്. അത് ചാനലിലെ എല്ലാ ആഴ്ചയും കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കഥ പറഞ്ഞിടാമെന്ന് വിചാരിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഥയുടെ പേര് യവനിക. മോനെ, ഈ രാത്രി നീ എങ്ങോട്ടാ? എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഈ രാത്രിയിൽ കറങ്ങി നടക്കുന്ന അത്ര നല്ലതല്ല. അമ്മ തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. മോനെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നോട് തർക്കുത്തരം പറയാനും നീ തുടങ്ങിയോ? ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു അന്തിക്കൂട്ടിനായിരുന്നു നിന്നെ ഞാൻ വളർത്തിയത്. ഇപ്പം അതും ഒരു ഉപകാരമില്ലാതെ ആയിപ്പോയല്ലോ. ആ അമ്മ തേങ്ങിക്കരഞ്ഞു. കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് കൂട്ടുകാരനെ വിളിക്കാൻ പോവുകയാണ് ആ പയ്യൻ. കൂട്ടുകാരൻ: എടാ അളിയാ, നീ സിനിമ കാണാൻ പോകുന്നു, നീ വരുന്നോ? ഞാനെങ്ങും വരുന്നില്ല. അമ്മയും സഹോദരിയും തനിച്ചാ. എൻ്റെ വീട്ടിലെ അമ്മയും സഹോദരിയും തനിച്ചാണല്ലോ, എന്നിട്ട് ഞാൻ പോകുന്നുണ്ടല്ലോ. നീ പൊയ്ക്കോ, എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല. അവൻ സിനിമയ്ക്ക് പോയി. ആ അമ്മ മകന് ആഹാരവും വിളമ്പി അങ്ങനെ കാത്തിരുന്നു. ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് അമ്മ അങ്ങനെ ആണ്ടുപോയി. പണ്ട് പുഞ്ചവരം പാടത്തിലൂടെ നെൽകൃഷികളും വയലുവരങ്ങളുമുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു അതാ നായികയുടെ നാട്. നായികയുടെ പേര് യവനിക. ആ പഴയ കാലത്തിലേക്ക് ആണ്ടുപോയി. അങ്ങനെ മകൻ്റെ വരവും കാത്തിരുന്ന് ആ അമ്മ അറിഞ്ഞില്ല. ഒരുപാട് കാലങ്ങളിലേക്ക് കടന്നുപോയി. അവർ ചിന്തിച്ച് അങ്ങനെ ഇരുന്നു. ഏറെ സമയം കഴിഞ്ഞു പോയി. സ്കൂളും പോകുന്ന ആ കാലഘട്ടം ഓർത്തെടുക്കുകയായിരുന്നു ആ പാവം അമ്മ. അമ്മയും അച്ഛനും അനിയനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു ആ യവനികയുടെ കുടുംബം. രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും തീർത്ത് സ്കൂളിലേക്ക് പോകുന്ന വെപ്രാളത്തിലാണ്. അന്നും പതിവ് പോലെ പാടവരമ്പത്തിൽ കൂടി പുസ്തകവും മാറോട് ചേർത്ത് അവൾ നടന്നു. എന്നും പതിവ് പോലെ അവളെ കാണാൻ ഒരു പുന്നമര ചോട്ടിൽ ഒരാൾ കാത്തു നിൽക്കുമായിരുന്നു. അന്ന് ആളിനെ കാണുന്നത് പോലും ഇഷ്ടമായിരുന്നില്ല. കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കും. കയ്യിൽ പല്ല് തേക്കാൻ കൊണ്ടുവന്ന ബ്രഷും ഒരു ബക്കറ്റും കാണും. കുളിക്കാനുള്ള ബക്കറ്റാണത്. അന്നൊരു കാലത്ത് കാത്തു നിൽക്കാനായി ദൂരെയൊരാൾ ഉണ്ടായിരുന്നു. അന്നൊരു നാളിൽ കാത്തു നിൽക്കാനായി ദൂരെയൊരാളുണ്ടായിരുന്നു. ഇന്നതെല്ലാം പോയി മറഞ്ഞു, ഞാനെന്നേകയായി. അന്നൊരു നാളിൽ കാത്തു നിൽക്കാനും കൂട്ടിനൊരാളുണ്ടായിരുന്നു. ഞാൻ അങ്ങ് അകലെ മറയുന്നത് വരെ നോക്കി നിൽക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ വരുന്ന സമയമായപ്പോൾ എന്നെ ഒരു